നല്ല നമസ്കാരം. സിഡ്നിയിൽ നടന്ന 71-ാം സിഡ്നി ഫിലിം ഫെസ്റ്റിവലിൽ മത്സരവിഭാഗത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ഏക ചലച്ചിത്രം ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ഇതൊരു റിവ്യൂ അല്ല. ഈ സിനിമയെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. ഇൻ്റർനാഷണൽ സിനിമ ആയതുകൊണ്ട് തന്നെ ഇതിനെ പരിചയപ്പെടുത്തുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ലോകം ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളും ഈ സിനിമ കാണണം എന്ന നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സിനിമയെ പരിചയപ്പെടുത്തുന്നത്. ഈ സിനിമയുടെ സോൾ എന്ന് പറയുന്നത് സെൽഫ് ഐഡൻറ്റിറ്റിയാണ്. തന്നെ സ്വയം തിരിച്ചറിയുക. ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ 3 ഘട്ടങ്ങളെ 3 പേരിലൂടെ അവതരിപ്പിക്കുകയാണ് പായൽ കപാഡിയ. മുംബൈ എന്ന വലിയ നഗരത്തിലെ 3 മനുഷ്യജീവനുകളുടെ തിരക്കു പിടിച്ച ജീവിതത്തിനിടയിലെ സ്നേഹവും പ്രണയവും ഏകാന്തതയും തിരിച്ചറിവും നമ്മിലേക്ക് പകർന്നു തരികയാണ് ദി കംപ്ലീറ്റ് പായൽ കപാഡിയ ചിത്രമായ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ദിവ്യപ്രഭ ചെയ്ത അനു എന്ന നഴ്സിംഗ് കഥാപാത്രവും ഹൃദു ഹാമറൂൺ ചെയ്ത ഷിയാസ് എന്ന കഥാപാത്രവും പുതിയ തലമുറയെ അല്ലെങ്കിൽ യുവജനങ്ങളെ പ്രതിദാനം ചെയ്യുന്നു. അവർക്ക് എല്ലാം സ്നേഹമാണ്, പ്രണയമാണ്. ജാതി മത വർഗ വിവേചനങ്ങളില്ലാതെ അവർ പരസ്പരം സ്നേഹിക്കുകയാണ്. ഹിന്ദുവായ അനുവും മുസ്ലിമായ ഷിയാസും നമ്മുടെ രാജ്യം കൽപ്പിക്കുന്ന ലവ് ജിഹാദിൻ്റെ ഇരകളല്ല. കാമിതാക്കളുടെ ചിന്തകൾ വിശാലമാണ്. പ്രണയത്തിന് മതമൊരു തടസ്സമേ അല്ല. കാമത്തിൽ പോലും പ്രണയത്തിൻ്റെ നിർവൃതിയിലേക്ക് എത്തുവാൻ അവർക്ക് കഴിയുന്നുണ്ട്. അനുവിന് നാട്ടിൽ വീട്ടുകാർ വിവാഹാലോചനകൾ നടത്തുന്നു. അപ്പോഴും വിവാഹത്തെക്കുറിച്ച് അവൾ ചിന്തിക്കുന്നു പോലുമില്ല. വിവാഹമെന്നത് സ്ത്രീയും പുരുഷനും പരസ്പരം മനസ്സിലാക്കുന്ന കാഴ്ചപ്പാടാണ് വിവാഹമെന്ന് അടിവരയിടുകയാണ് അനു എന്ന കഥാപാത്രം. പ്രണയവഴികളിൽ കാമത്തിനുള്ള പ്രസക്തി വ്യക്തമായി വരച്ചു കാട്ടുകയാണ് ഛായാഗ്രാഹകൻ രൺബീർ ദാസ്. കാമസൂത്ര പോലുള്ള ഗ്രന്ഥങ്ങളിൽ നാം കണ്ട് മറന്ന നഗ്നത നിറഞ്ഞ ശില്പങ്ങൾ സ്ത്രീയിലും പുരുഷനിലും കാമത്തിൻ്റെ ഉറവകൾ എങ്ങനെ ഉണർത്തുമെന്ന് എഡിറ്റിങ്ങിലൂടെ ക്ലെമൻ്റ് പിൻഡോ നിർവഹിച്ചിട്ടുണ്ട്. കന്നിക്കുസൃതി ചെയ്ത നേഴ്സ് എന്ന കഥാപാത്രം പക്വതയുള്ള ഒരു സ്ത്രീ സാന്നിധ്യമാണ്. വ്യക്തിബന്ധങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ചിലരുടെ മുഖത്ത് നോക്കി യെസ് പറയുവാനും ചിലരോട് നോ പറയുവാനുമൊക്കെ പലപ്പോഴും വീർപ്പുമുട്ടുന്നുണ്ട് ആ കഥാപാത്രം. ആസീസ് നെടുമങ്ങാട് ചെയ്ത ഡോക്ടർ മനോജ് എന്ന കഥാപാത്രത്തോട് പ്രണയം തോന്നുകയും ഏതോ നിമിഷത്തിൽ താൻ വിവാഹിതയാണ് എന്ന് സ്വയം ഓർമ്മപ്പെടുത്തൽ നടത്തുന്നുണ്ട്. വീട്ടുകാരുടെ ഇഷ്ടത്തിന് വിവാഹിതയാകുന്നു. വിവാഹം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കകം ഭർത്താവ് വിദേശത്തേക്ക് പോവുകയാണ്. വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ ഫോൺ വിളിയും പിന്നെ അന്വേഷണങ്ങളും വിളികളുമില്ലാതെ ആ ബന്ധം ഇല്ലാതാകുന്നു. തന്നോടൊപ്പം താമസിക്കുന്ന അനുവിൻ്റെ ശരീരത്തോട് പ്രഭയ്ക്ക് എപ്പോഴോ പ്രണയം തോന്നുന്നുണ്ട്. തൻ്റെ നിതംബം ചെറുതാണെന്ന് ഉള്ള അപകർഷാബോധം അവളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു. അനുവിൻ്റെ നിതംബം മറകളില്ലാതെ എപ്പോഴൊക്കെ കാണുമോ അപ്പോഴെല്ലാം അവൾ നാണം കൊണ്ട് തലകുനിക്കുമായിരുന്നു. സ്വയം മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മനസ്സിലാക്കി കഴിയുമ്പോൾ വാക്കുകൾക്കോ പ്രസംഗങ്ങൾക്കോ പ്രസക്തിയില്ല എന്ന് അറിഞ്ഞ് പരസ്പരം സഹായിക്കുവാനും അവൾ തയ്യാറാകുന്നുണ്ട്. പലപ്പോഴും റൂം വാടക പോലും പ്രഭ കൊടുക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായി വിദേശത്തു നിന്ന് വരുന്ന ഒരു ഗിഫ്റ്റ്, ആ ഗിഫ്റ്റ് കാണുമ്പോഴാണ് താൻ വിവാഹിതയാണ് എന്ന് അവൾ ഓർമ്മപ്പെടുത്തുന്നത്. സ്വന്തം ഏകാന്തതകളിൽ ആ സമ്മാനം നെഞ്ചോടും യോനിയോടും ചേർത്ത് കാമനിർവൃതി അടയുവാൻ പ്രഭ ശ്രമിക്കുന്നുണ്ട്.
തന്നോടൊപ്പം താമസിക്കുന്ന അനുവിനോട് അവൾക്ക് എപ്പോഴോ കാമാനുഭൂതി തോന്നുമ്പോഴും മറ്റൊരു പുരുഷനുമായി അവൾക്ക് റിലേഷൻഷിപ്പ് ആണ് എന്ന് തിരിച്ചറിയുമ്പോൾ, അനുവിന് അങ്ങനെ ഒരു ബന്ധമുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ അവളുടെ കാമാഗ്നികൾ എരിഞ്ഞടങ്ങുകയാണ്. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും സമൂഹത്തിനോടും നീതിവ്യവസ്ഥയോടുമുള്ള പ്രതിഷേധം വ്യക്തമായി പ്രകടമാക്കുവാൻ അവൾ മറക്കുന്നില്ല. നിലപാടുകൾക്ക് നേരെ ജയ് വിളിക്കുവാനും പ്രതിഷേധങ്ങൾക്ക് നേരെ കല്ലെറിയുവാനും സ്ത്രീക്ക് കഴിയുമെന്ന് അടിവരയിടുകയാണ് ഈ ചിത്രം. ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അവരുടെ നെട്ടൂരത്തിനും ഹോസ്പിറ്റലിലെ വൃത്തിയില്ലായ്മയ്ക്കുമെതിരെ ശബ്ദമുയർത്തുവാനും സീനിയറായിട്ടുള്ള ഈ നേഴ്സ് വിദ്യാർത്ഥികളോട് കർക്കശമായ നിലപാട് സ്വീകരിക്കുവാനും അവരെ ചേർത്തു നിർത്തുവാനും ഒക്കെ അവൾ ശ്രമിക്കുന്നുണ്ട്. നിരാശാജനകമായ ജീവിതത്തിനിടയിലും അവൾ സ്വന്തം രോഗികളെ കരുതലോടെയും ആത്മാർത്ഥതയോടും കൂടി പരിചരിക്കുകയാണ്. മറ്റൊരു കഥാപാത്രമാണ് ഛായാകാതം അവതരിപ്പിച്ച മധ്യവയസ്കയായ ഹോസ്പിറ്റൽ മെസ്സ് നടത്തുന്ന പാർവതി എന്ന കഥാപാത്രം. സ്വയം അവസാനിപ്പിക്കുവാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് മടിപ്പോടെ വലിച്ചു നീട്ടപ്പെടുന്ന ജീവിതമാണ് പാർവതിയുടേത്. എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്നിടത്തു നിന്നും ജീവിക്കുവാനുള്ള ത്വര അവളെ മുംബൈയുടെ തിരക്കുള്ള തെരുവുകളിലേക്ക് വ്യാപൃതിയാക്കുകയാണ്. പ്രതിസന്ധികളിൽ കരഞ്ഞു തീർക്കേണ്ടതല്ല ജീവിതമെന്ന്, ആസ്വദിക്കേണ്ടതും അനുഭവിക്കേണ്ടതുമാണ് ജീവിതമെന്ന് പ്രഭ പാർവതിയോട് പറയുന്നു. പാർവതിയെ നിയമോപദേശം ലഭിക്കുവാൻ അവൾ സഹായിക്കുന്നു. കാരണം പ്രഭയ്ക്ക് നന്നായിട്ടറിയാം ഏകാന്തതയുടെ വേദന. മാക്സി ബസുവിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനിങ് പാർവതിയുടെ വസ്ത്രധാരണത്തിലൂടെ മുംബൈ തെരുവുകളുടെ സ്ത്രീ കാഴ്ചപ്പാടുകളെ വ്യക്തമാക്കുന്ന ഡിസൈനിങ്ങാണ് വസ്ത്രങ്ങളിലൂടെ പ്രകടമാക്കുന്നത്. അനു, പ്രഭ, പാർവതി എന്നീ കഥാപാത്രങ്ങൾ തിരക്കുള്ള നഗരജീവിതത്തിൽ നിന്നും പാർവതിയുടെ ഗ്രാമത്തിലേക്ക് പോകുന്നു. കടലിനോട് ചേർന്നുള്ള ഉറക്കമില്ലാത്ത പ്രദേശം. ഗ്രാമത്തിലേക്കുള്ള യാത്രയിൽ സ്വയം തിരിച്ചറിയുന്നു. നൃത്തം ചെയ്യുവാനും കടൽ കാഴ്ചകൾ കാണുവാനും മദ്യപിക്കുവാനും ഒക്കെ ആസ്വദിക്കുവാനും ആനന്ദിക്കുവാനും ഒക്കെ ഉള്ളതാണ് ജീവിതമെന്ന് പാർവതി പറയുമ്പോൾ, ബന്ധങ്ങൾക്കും ബന്ധനങ്ങൾക്കും കീഴ്പ്പെടാതെ നോ പറയേണ്ടടുത്ത് നോ പറയുവാനും എസ് പറയേണ്ടടുത്ത് എസ് പറയുവാനും പ്രഭ നമ്മെ നോക്കി പറയുന്നു. വീട്ടുകാരും നാട്ടുകാരും തിരഞ്ഞെടുത്തു തരേണ്ടതല്ല എൻ്റെ ജീവിതം ഞാൻ തന്നെ തിരഞ്ഞെടുക്കണമെന്ന് അനു നമ്മെ നോക്കി പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ ആ സ്ത്രീകൾ അവരുടെ സ്ത്രീത്വത്തിലേക്ക് കടന്നു വരുമ്പോൾ 115 മിനിറ്റ് ദൈർഘ്യമുള്ള സിനിമയ്ക്ക് തിരശ്ശീല വീഴുകയാണ്. പിന്നെ നെഗറ്റീവ് ആയിട്ടല്ല പറയുന്നത്, ഒരു മിസ്റ്റേക്ക് ആയിരിക്കാം ചിലപ്പോൾ. ഈ സിനിമയിൽ മൊബൈലിൽ വരുന്ന മെസ്സേജുകൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. സ്ക്രീനിൽ പ്ലേ ചെയ്യുന്ന വീഡിയോയും മെസ്സേജും ഇമേജും കൂടി മെർജായിട്ട് വായിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ആ കളറിങ്ങിൻ്റെ പ്രോബ്ലമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതോടൊപ്പം തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ ലെന്ത്, ഒരു സീനിന് ആവശ്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറ് പ്ലേ ആകിക്കൊണ്ടേയിരിക്കും. ആ സീൻ അവസാനിച്ചിട്ടും സിറ്റുവേഷനും മാറുന്നു, കഥാപാത്രങ്ങളും മാറിയിട്ടും ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് കണ്ടിന്യൂഷനായിട്ട് പ്ലേ ആയിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആ ഡ്രെയിൻ സീനുകൾ, അതോടൊപ്പം തന്നെ യാത്രകൾ കാണിക്കുന്ന ആ സീന്, കടൽ തീരത്തെ സീനുകൾ, അതോടൊപ്പം തന്നെ സെക്സ്വൽ സീനുകൾ, അവിടെയൊക്കെ ട്രാക്ക് വർക്ക് ചെയ്ത അല്ലെങ്കിൽ സൗണ്ട് ട്രാക്ക് ചെയ്ത ടോസ്പിയോ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. പിന്നെ നഗ്നതാ പ്രദർശനം ഈ സിനിമയ്ക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല. റിയാലിറ്റിക്ക് വേണ്ടി വേണമെങ്കിൽ വാദിക്കാം. എന്നാൽ അനുവും ഷിയാസിൻ്റെയും ശരീര ബന്ധം കഥാപാത്രങ്ങളുടെ പൂർത്തീകരണത്തിന് വളരെ അനിവാര്യമാണ്. പിന്നെ അതോടൊപ്പം തന്നെ സ്ത്രീകളുടെയും പുരുഷൻ്റെയും സെക്സ്വൽ ചിന്തകളെ ഉണർത്താൻ കാണിക്കുന്ന ആർട്ട് വർക്ക്
വളരെ വികൃതമായിട്ടാണ് കളർ ഗ്രേഡിങ് ചെയ്ത ലെയൻ കോപ്പും ലോറൻസ് ഓറിഞ്ചിയും ചിത്രീകരിച്ചിരിക്കുന്നത്. പിന്നെ ഈ ചിത്രം കാൻ ചലച്ചിത്രമേളയിൽ മാത്രമല്ല, ഓസ്കാർ ഫിലിം ഫെസ്റ്റിവലിലും ഇന്ത്യയുടെ യശസ് ഉയർത്തുവാൻ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. താങ്ക് യു.